സ്നേഹം കൊടുത്തും കൊതിച്ചും അവൾ പെയ്തൊഴിയാതെ ജൂൺ 30 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എടാ മഹിമ പറയുന്നത് ശരിയാ. സഞ്ജുവിനെ കല്യാണം കഴിക്കാൻ വേണ്ടിട്ടേ അവൾ ഉണ്ടാക്കിയ ഒരു കള്ളക്കഥയ പ്രഗ്നൻസി. അവൾക്ക് ഈ നാടകം അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോ അവൾ ഇത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അതിന് പറ്റിയൊരു ബലിയാടായിരുന്നു ഞാൻ. അപ്പൊ ആശുപത്രിയിലെ സ്വപ്നം പൊട്ടിക്കറിയുന്നത് നാടകമാണെന്നാണ് നീ പറയുന്നത്? അതെ. അപ്പൊ അവളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്ന് ഡോക്ടർ പറഞ്ഞതോ? ഡെയ്സി ഡോക്ടറല്ലേ അങ്ങനെ പറഞ്ഞത്? അതെ. അവരാ സ്വപ്ന പ്രഗ്നന്റ് ആണെന്ന തരത്തിൽ കള്ള മെഡിക്കൽ റിപ്പോർട്ട് എഴുതി കൊടുത്തത്. ഇപ്പൊ ഈ വീഴ്ചയിൽ കുഞ്ഞിനെ നഷ്ടപ്പെട്ടെന്ന് വരുത്തി തീർത്ത ഡെയ്സി ഡോക്ടർ രക്ഷപ്പെട്ടതുപോലെയായി. എന്റെ തെറ്റുകൊണ്ട് കുഞ്ഞു മരിച്ചെന്ന് എല്ലാവരെയും വിശ്വസിപ്പിച്ചതുകൊണ്ട് ആരും അവളെ കുറ്റം പറയില്ല, എന്നെ മാത്രമേ ലക്ഷ്യം വെക്കൂ. അപ്പൊ അവള് രക്ഷപ്പെട്ടു. നീ ചെയ്ത തെറ്റിനെ മറയ്ക്കാൻ എന്തൊക്കെ നുണകളാണ് മഹിമ നീ പറഞ്ഞു പരത്തുന്നത്? മോനെ, ഇവള് പറയുന്നത് ശരിയാ. സ്വപ്ന പ്രഗ്നന്റ് ആയിരുന്നില്ല. അത് ഇവള് പറഞ്ഞ അറിവല്ലേ അമ്മയ്ക്കുള്ളൂ. നിങ്ങളെ എല്ലാവരെയും ഇവള് പറ്റിക്കുകയാണ്. എടാ മഹിമയല്ല സ്വപ്ന എല്ലാരും പറ്റിക്കുന്നേ. ഇത്രയും കാലമായിട്ടും അവളുടെ സ്വഭാവം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? മുകുന്ദ, സ്വപ്നയ്ക്ക് പല തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. നിന്നെ അവൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ ഇപ്പൊ അവള് കടന്നു പോകുന്ന അവസ്ഥയെ കണ്ടില്ല എന്ന് നടിക്കരുത്. അവള് ചെയ്തെല്ലാം മനസ്സിൽ വെച്ചിട്ട് പ്രതികാരം ചെയ്യാൻ നടക്കുന്നതിനായിട്ടാണോ നീ എന്നെ കണ്ടത്? എടാ അതൊക്കെ ഞാൻ എപ്പോഴും മറന്നതാ. പിന്നെന്താ നിനക്ക് സ്വപ്നയെ വിശ്വസിക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ട്? ഇവൾക്ക് എന്നോടും എന്റെ കുടുംബത്തോടുള്ള പക നിനക്ക് നന്നായിട്ട് അറിയാലോ. അപ്പൊ അങ്ങനെ ഒരാൾ സ്വപ്നയെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നുണയാവാൻ സാധ്യതയുണ്ടെന്ന് നിനക്ക് മനസ്സിലാക്കിക്കൂടെ? മാധവൻ സാറിന്റെ മരണത്തിൽ എനിക്കുള്ള പങ്കിനെ കുറിച്ച് അറിഞ്ഞ ശേഷം നിനക്ക് എന്നോട് എന്തുമാത്രം പകയുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഒരിക്കലും നീ അതെന്റെ അനിയത്തിയോട് കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒന്നുമില്ലെങ്കിലും നീ ഒരു ഡോക്ടർ ആവാൻ പോകുന്നവളല്ലേ. ഒരു ജീവന്റെ വില നിനക്കറിയില്ലേ? ഒരു കുഞ്ഞിനോട് ഇങ്ങനെ ഒരു ക്രൂരത കാണിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? ഞാനിപ്പോ എന്ത് പറഞ്ഞാലും അത് വെറും ന്യായീകരണമായിട്ട് മാത്രം ഗിരിയേട്ടൻ കാണാൻ പോകുന്നേ. അതുകൊണ്ട് ഞാൻ അതിന് ശ്രമിക്കുന്നില്ല. എന്നെങ്കിലും സത്യമെല്ലാം ഗിരിയേട്ടൻ മനസ്സിലാക്കും. അന്ന് നമുക്ക് സംസാരിക്കാം. ഈ വിഷയത്തിലെങ്കിലും നീ എന്റെ കൂടെ നിൽക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നീ അവള് പറയുന്ന നുണകളെല്ലാം കണ്ണടച്ച് വിശ്വസിച്ച് അവളുടെ ഭാഗം നിൽക്കാൻ തീരുമാനിച്ചല്ലേ? ശരി. ആ സ്വപ്ന കാരണം നീയും ഗിരിയും മഹിമയും മഞ്ജു എല്ലാം അകലെയാണല്ലോടാ. ആ കുരുത്തക്കെട്ടുള്ള നശിച്ചു പോയാ മതിയായിരുന്നു. അമ്മേ, പിന്നെ എങ്ങനെയാടാ പറയണ്ടേ? എന്റെ പൊന്നോ, എടി ആ ചിരിയൊന്നും നിർത്തടി. ഒരുത്തൻ കുഞ്ഞിനെ നഷ്ടപ്പെട്ട് വേദനിച്ചിരിക്കുമ്പോഴല്ല വാശി കാണിക്കേണ്ടത്. കുഞ്ഞിന്റെ അമ്മയ്ക്കില്ലാത്ത വിഷമം എന്തിനാ ഞാൻ കാണിക്കുന്നേ? അവൾ അതിനെ കൊന്ന ആളെ വെറുതെ വിട്ട് വിശാല മനസ്കയല്ലേ? എല്ലാ റിപ്പോർട്ടുകളും നോർമലാണ്. കാര്യമായ പരിക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം. ഞാൻ പേപ്പേഴ്സ് എല്ലാം ഇങ്ങോട്ട് അയക്കാം. നിന്റെ കുടുംബത്തിന് വേണ്ടി സ്വന്തം കുഞ്ഞിനെ പോലും നീ കുരുതി കൊടുക്കാൻ തയ്യാറാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇത്രയും ക്രൂരത കാണിക്കാൻ നിനക്ക് എങ്ങനെയാ സാധിച്ചത്? സഞ്ജുവേട്ടനും ഇവളെ പോലെ എനിക്ക് കൂറ് ഗിരിയേട്ടന്റെ വീടുമായിട്ടാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ നീ എന്തിനാ മഹിമയെ രക്ഷിച്ചതെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ കുഞ്ഞിനെയാ സഞ്ജുവേട്ടാ. അതിനു പകരം അവള് കുറച്ചുനാള് വനിതാ ജയിലിൽ പോയി സുഖിച്ചു കഴിഞ്ഞാ മതിയോ? അവള് ജയിലിലേക്ക് പോയാൽ സുരക്ഷിതയായിരിക്കും. നമുക്ക് അവളെ ഇവിടെ കിട്ടണം. അവളുടെ ജീവിതം നമ്മള് നരകമാക്കണം. അവൾക്ക് പ്രിയപ്പെട്ടവരെ ഒന്നൊന്നായി അവളുടെ മുമ്പിലിട്ട് നമ്മൾ തീർക്കണം. അവസാനം ആരും ബാക്കിയില്ലെന്ന അവസ്ഥ വരുമ്പോ അവള് തന്നെ നമ്മളോട് മരണം ചോദിച്ചു വാങ്ങണം. നമ്മൾ വെറുതെ പക വീട്ടിയാൽ മാത്രം പോരാ.
ഇനി നമ്മുടെ നേരെ തുറച്ചു നോക്കാൻ പോലും ഒരുത്തനും ധൈര്യം കാണിക്കരുത്. അതുപോലുള്ള പണി വേണം കൊടുക്കാൻ. നീയല്ലേ പറഞ്ഞത് അവൾക്ക് പ്രതികാരം ചെയ്യാൻ ഒരു താല്പര്യമില്ലെന്ന്? ഇതിനേക്കാൾ നല്ലൊരു പ്രതികാരം ഒരിക്കലും ഉണ്ടാവില്ല. ഇത്രയും വലിയൊരു ദുരന്തം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടും അതിനെ ധൈര്യത്തോടെ നീ നേരിട്ടൊരു രീതിയുണ്ടല്ലോ, അത് കണ്ടുപഠിക്കണം. നീ ആഗ്രഹിച്ച പോലെ തന്നെ മഹിമയെ നിന്റെ മുമ്പിലിട്ട് ഇഞ്ചിഞ്ചായിട്ട് ഞാൻ തീർക്കും. ഇത് ഗോപാലന്റെ വാക്കാ. പാവളെ, നമുക്ക് ബില്ലെല്ലാം സെറ്റിൽ ചെയ്തിട്ട് വരാം. ശാലിനി ശരിക്കും ചമ്മിപ്പോയി. നീ ഡാഡിയടക്കം എല്ലാവരും ഞെട്ടിച്ചു. പ്രതിസന്ധികളെ അവസരങ്ങളാക്കുന്നവരാ യഥാർത്ഥ പോരാളിന്ന് അച്ഛൻ പറയാറുണ്ട്. നീ കൂടെ ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയും നമ്മൾ പുഷ്പം പോലെ കിടക്കും. ആ, അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഞാൻ ഓർത്തേ. ഡാഡിയുടെ ഡ്രസ്സിൽ മോഷണം നടത്താനുള്ള പ്ലാൻ ഞാൻ മഹിമയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന ഓഡിയോ ഇപ്പോഴും അവളുടെ കയ്യിലുണ്ട്. അവളിനി അതെങ്ങനെ എടുത്ത് ഉപയോഗിക്കൂ? ഡാഡിക്ക് കോടികളുടെ നഷ്ടം ഉണ്ടാക്കിയതിൽ എനിക്കും പങ്കുണ്ടെന്നങ്ങനെ പറഞ്ഞാൽ അദ്ദേഹത്തിനോട് ക്ഷമിക്കില്ല. അതിനുള്ളൊരു വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. വൈകാതെ നമുക്കത് പ്രാവർത്തികമാക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ മഹിമയെ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യം വരില്ല. അത് കേട്ടാ മതി. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? ഇവരെന്തോ ഫോൺ എടുക്കാത്ത? എന്തോറ്റമ്മേ? മഞ്ജുവും ഗിരിയും ഫോൺ എടുക്കുന്നില്ല. കുറെ നേരമായി വിളിക്കുന്നു. അത് പോരാത്തതിന് രാവിലെ മുതല് എന്റെ ഇടത്തെ കണ്ട് വിറയ്ക്കാൻ തുടങ്ങിയതാ. അയ്യോ, അതെന്തോ മോശം സംഭവിക്കാൻ പോകുന്നതിന്റെ ലക്ഷണമല്ലേ?